പുറത്ത് ഞങ്ങളെ നാട്ടിലും പരിസര പ്രദേശങ്ങളിലുമായിട്ട് ഒരു സാധനം പണ്ടാറടക്കിയിട്ടുണ്ട്. അത് കുറച്ച് കാണിച്ചത് വാ അത് കാണിച്ചെടുക്കും. ഇതാണ് ആ സാധനം. അതിൻ്റെ പേര് എന്ന് പറയുന്നത് ആഫ്രിക്കൻ ഒച്ച് എന്നാ പറയുന്നുണ്ട്. ഏകദേശം നമ്മളെ നാട്ടിൽ ഇതുവരെ കാണാത്തൊരു മുതലാണ്. പക്ഷെ അത് ഇവിടെ ഉള്ള എല്ലാ ഏരിയയിലും എല്ലാ പെരമ്മലും ബിൽഡിങ്ങുമ്മലും ഒക്കെ ഉണ്ട്. ഇനി എത്താത്ത സ്ഥലങ്ങളൊന്നും ബാക്കിയില്ല. ഇതൊന്നും അല്ല കേട്ടോ, ഇത് ചെറുതാണ്. അപ്പോൾ വലിയ എത്ര വലിപ്പമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചെക്ക് കൊണ്ടേക്കാണ് കാണിച്ചത്. നേരത്തെ നമ്മൾ കണ്ടത് കൾട്ര ബംഗ്ലാവിൻ്റെ അവിടെയാണ്, മലപ്പുറം കുന്നുമ്മൽ കൾട്ര ബംഗ്ലാവിൻ്റെ അവിടെയാണ്. ഇതിപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് MSP ക്യാമ്പിൻ്റെ വാട്ടർ അതോറിറ്റിൻ്റെ നേരെ മുമ്പിലാണ്. വാട്ടർ അതോറിറ്റിൻ്റെ മതിലാണ് ഈ കാണുന്നത്. ഈ സൈഡിൽ കംപ്ലീറ്റ് ഈ ഒച്ച നിറഞ്ഞത്. ഏകദേശം MSP അതേമാതിരി വാട്ടർ അതോറിറ്റി പരിസരത്തും കാവുങ്ങല് അതേമാതിരി കാളമ്പാടി എല്ലായിടത്തും സ്പ്രെഡ് ആയിട്ടുണ്ട് ഈ സാധനം. അപ്പോൾ ഇതെങ്ങനെ നശിപ്പിക്കാന്നുള്ള ഒരു ഇതിപ്പോൾ സാധാരണ ഇപ്പം എല്ലാവരും ഉപ്പാണ് വീടുകളിലൊക്കെ ഇടല്. ഉപ്പ് കലക്കി നമ്മൾ ഒഴിക്കുകയാണ്. അവിടെ വെക്കേണ്ടത് ഇതാണോ സാധനം. ഇത് 1 2 നല്ല കേട്ടോ. അത് രാത്രി ആവുമ്പോഴാണ് കൂടുതൽ ഇറങ്ങുക പുറത്തേക്ക് അല്ലേ? രാത്രി അല്ലേ കുറെ ഇറങ്ങല്? രാത്രി ആവുമ്പോഴാണ് ഇപ്പൊ ഇതില് പോണ സമയത്തെ അതിന് വണ്ടികൾ ഇങ്ങനെ ഇതിന്റെ മുകളിൽ കൂടി കയറും. അപ്പൊ രാത്രി റോട്ടുമലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ അതിന്റെ വാഹനങ്ങളുടെ ടയറൊക്കെ കയറിക്കാണ്ട് മൊത്തം അളിഞ്ഞു വിളിഞ്ഞ് കിടക്കുന്നുണ്ടാവും. ഇത് പൊട്ടി കിടക്കാണ്ടില്ലേ? അപ്പൊ വണ്ടി കയറിയ ചത്തതാണ് ഒക്കെ. ഇത് ഫുള്ള് ഇവിടുന്നാണ് തൊട്ടിട്ട അത് അലവരെ തന്നെയാണ്. ഈ ചുമരിൽ കുത്ത് കാണുന്ന ഇത് കംപ്ലീറ്റ് ഇതിന് കുട്ടികളാണ്. പെട്ടെന്ന് പെറ്റ് വരൂലേ? അപ്പം ഇനി കുറച്ചു നേരം കഴിഞ്ഞാൽ ഏകദേശം ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ കുറച്ച് തോന പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ മഴയായിട്ടാണ് തോന്നുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഇവിടെ റോട്ടുമ്പിലൊക്കെ കംപ്ലീറ്റ് കാണുന്നത്. അപ്പോൾ വൈകുന്നേരം ഇറങ്ങുമ്പോൾ എങ്ങനെ കറക്റ്റ് ഉണ്ടാവുക എന്ന് കറക്റ്റ് കാണിച്ചു കേട്ടോ. വലിയ വലിയ സാധനങ്ങൾ ഒരു മാങ്ങൻ്റെ വലിപ്പം ഉണ്ടാവില്ലേ? നല്ല വലിയൊരു സാധനം ഇവിടെ ഉണ്ട്. അടയാളപ്പെടുത്തുക കാലം നമ്മൾ കണ്ടപ്പോൾ ഒന്ന് വലിഞ്ഞു കേട്ടോ. ഒന്നും അവിടെ തൊട്ടെടുത്തതാ. വേറെ തിന്നാൻ പറ്റുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ തിന്നുകയും ചെയ്തിന്. പണ്ട് ഞൗഞ്ഞൊക്കെ ഇല്ലേ അതേമാതിരി നല്ല വലിപ്പം. അതാരട്ടേൻ്റെ ഒന്ന് ഡിലീറ്റ് ആക്കൂല. ഇതെന്താ അറിയോ, ഇപ്പോൾ ഇങ്ങനെ ഒന്നല്ല കേട്ടോ. നമ്മൾ ഈ പെരൻ്റെ ചുമരുമലൊക്കെ കയറുന്നില്ലേ? പെരൻ്റെ ചുമരുമലൊക്കെ കയറും. അതേമാതിരി പെട്ടെന്ന് പെറ്റ് പെരുകും. 1 2 ഒരു നാട്ടിലെത്തിപ്പെട്ടാൽ മതി. പിന്നെ ബാക്കി അവിടെ കഴിഞ്ഞു. ആ നാടിൻ്റെ അവസ്ഥ എടുക്കാനില്ല. ആ രീതിയിൽ വരും. ഇതിപ്പോൾ കുറച്ച് മുന്നേ കാണാൻ തുടങ്ങിയിട്ടുള്ളൂ ഇവിടെ. കൂടുതലായിക്കണു. അപ്പോൾ ഇപ്പോൾ കാണുന്ന മരല്ല കേട്ടോ. രാത്രി നല്ല ഇറങ്ങും. കുടുത്തം വിട്ടേ. പിന്നെ റോട്ടുമലൊക്കെ നിറച്ചുണ്ടാവും. വണ്ടികൾ പോയിക്കാണ്ട് ഇങ്ങനെ പൊട്ടി പൊട്ടി കിടക്കുന്നുണ്ടാവും. അങ്ങനെയാണ് കാണുന്നത്. പിന്നെ തൊടാൻ പാടില്ല. നല്ല വിഷമാണ്. നല്ല വിഷമല്ലേ? എന്തായാലും അലാക്കിന്റെ ഒലുങ്കഞ്ഞായി അറിഞ്ഞില്ലേ? കണ്ടങ്ങ് തിന്നാനൊക്കെ തോന്നും. തൊടരുത്തിട്ടോ മറ്റേ ഞൗഞ്ഞിക്കെന്നൊക്കെ തോന്നും. ആർക്കെങ്കിലും ഇത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ലൊക്കേഷൻ വരുന്നത് കറക്റ്റ് മലപ്പുറത്ത് കുന്നുമ്മല് പെട്രോൾ പമ്പിന്റെ കുറച്ച് മുന്നില് വാട്ടർ അതോറിറ്റിന് ഈ കാണുന്ന വാട്ടർ അതോറിറ്റിന്റെ റോഡാണ്. ഇവിടെ വന്നു കഴിഞ്ഞാല് ആവശ്യാനുസരണം എല്ലാവർക്കും കൊണ്ടുപോവാം. കീസായിട്ട് വരണ്ടല്ലേ? അതെ, ഒരു ചാക്കേറ്റും വന്നാൽ തന്നെ ഇവിടെ കൊണ്ടുപോവാം. അവിടെ വാപ്പോ നിങ്ങൾ ഇല്ലാന്ന് പറയരുത്. ഇതാവുമ്പോ കണ്ടോളി. കണ്ടോ? ഈ കാണ്ട് മൊത്തം അതിൻ്റെ കുട്ടികളാണ്. ആകെപ്പാടം കണ്ട് നായ്ക്കോലാക്കി. കണ്ടോ? കണ്ടീലേ? കണ്ടോ? ഇതിപ്പോൾ കളക്ടർ ബംഗ്ലാവാണ് ആ കാണ്ട്. ആ തോടുവാണ് ഇപ്പോൾ ഇത്.
ഇവിടെ നമ്മളെ ആമസോൺ ചെറിയ ആമസോൺ കാടാട്ടത് മേലിൽ വവ്വാലൊക്കെ ഉള്ള. ഇവിടെ ഈ തൊടൊക്കെ മൊത്തം അതാണ്. ഈ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഈ റോട്ടുമ്മക്ക് അങ്ങോട്ട് ഇറങ്ങും മൊത്തത്തിൽ. ഇവിടെയും കാണിച്ചു തരാം. അങ്ങനെ എണ്ണ അയക്കണ്ട. ഇതുണ്ടോ ഫാമിലിയാണ്, ഫാമിലി വ്ളോഗ്. അവസാനം ഫാമിലി വ്ളോഗായി അറിയാം. അതൊക്കെ എടുത്ത് ഞാൻ അതിനവിടെ ഫാമിലി ആയിട്ട് ഉണ്ടോ നന്നായിട്ട്.